പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിൽ ഗതാഗത വകുപ്പിന്റെ നടപടി നേരിട്ട കെഎസ്ആർടിസി ഡ്രൈവർ കുഴഞ്ഞു വീണു. പൊൻകുന്നം കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫാണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണത്. കൂടുതൽ വിവരങ്ങൾ ഷിനോജ് എസ് ടി നൽകും. ഷിനോജ്, ഈ നടപടി നേരിട്ടത് അറിഞ്ഞപ്പോഴാണോ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്? നിലവിലെ സ്ഥിതി എന്താണ്? ഹിമ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇത്തരത്തിൽ നടപടി ഉണ്ടാക്കുമെന്ന് ഉറപ്പായതോടുകൂടി ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് ജയ്മോൻ തന്നെ പറയുന്നത്. ഇന്ന് വൈകിട്ട് കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ മന്ത്രി കെ പി ഗണേഷ് കുമാർ തന്നെ ഇത്തരത്തിൽ ഈ ബസിന്റെ ഗ്ലാസിന് മുന്നിലായി ഈ പ്ലാസ്റ്റിക് കാരിക്കുപ്പികൾ കണ്ടെത്തിയതോടെ ഈ കെ പി ഗണേഷ് കുമാർ മന്ത്രി തന്നെ നേരിട്ട് ഈ ജയ്മോൻ അടക്കം 3 പേർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഈ നിർദ്ദേശം നൽകി ഈ 3 പേരെയും വിവിധ സ്റ്റേഷനുകളിലേക്ക് വിവിധ ഡിപ്പോകളിലേക്ക് സ്ഥലം മാറ്റം ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ അത് മരവിച്ചതായിട്ടുള്ള ചില സൂചന, ഈ സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ചതായിട്ടുള്ള ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ വീണ്ടും ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഗതാഗത വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെ അത്തരത്തിൽ ആ ഉത്തരവ് ഫോണിലൂടെ കേട്ട സമയത്താണ് അദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നുണ്ടെ തന്നെ ഈ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ജയ്മോൻ പറയുന്നത്. ഈ ജയ്മോൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിൽ മന്ത്രി അങ്ങനെ നടപടി സ്വീകരിച്ചത്. കാരണം ഈ പ്രഷറും ഷുഗറും ഒക്കെയായി നിരവധി മരുന്നുകളൊക്കെ തന്നെ കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് കുടിക്കുന്ന ആളാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള കുപ്പികളാണ് ഈ ബസിന്റെ മുന്നിൽ ചില്ലിൽ കൂടിന് സമീപത്തായി കിടന്നത് തുടങ്ങിയ വാദമൊക്കെയാണ് ഈ ജയ്മോൻ എന്തായാലും ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ജയ്മോനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കാത്തതിന് കെഎസ്ആർടിസിയുടെ നടപടി നേരിട്ട ഡ്രൈവർ ജയ്മോൻ ജോസഫാണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണത്. നടപടിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഷിനോജ് എസ് ടിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.